അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വർത്താനം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകലമാന പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം ഇഷ്ടം വെക്കാനുള്ള, ഹുബ്ബ് വെക്കാനുള്ള, സ്നേഹിക്കാനുള്ള തൗഫീക്ക് പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും ആ സ്വലാത്തുകൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് കൊണ്ടു നടക്കാനുമുള്ള മഹാഭാഗ്യവും അവൻ്റെ റഅഫത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട്, കൃപ കൊണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. എന്താണേലും നമുക്കറിയാം, നിലകൊള്ളുന്നത് ഒരു പുതുവർഷത്തിലെ ആദ്യ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? മുഹറം മാസം അതിലെ ആദ്യ ഘട്ടങ്ങളിലൂടെയാണ്. നമുക്കറിയാം, മുഹറമിലെ ആദ്യ 10 എന്നുള്ളത് ഒരുപാട് തരത്തിലുള്ള ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു 10 അല്ലെങ്കിൽ രാവുകളാണ്, അല്ലെങ്കിൽ ദിവസങ്ങളാണ്. വളരെയധികം സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുആകൾ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട, സ്വലാത്തുകൾ നമ്മൾ കൂടുതൽ സായിദയാക്കേണ്ട, മറ്റു ഇബാദത്തുകളിൽ നമ്മൾ ധന്യമാകേണ്ട സമയങ്ങളാണ്, മുഹൂർത്തങ്ങളാണ് നമ്മളിൽ നിന്ന് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള, വളരെയധികം യൂസ്ഫുള്ളാകുന്ന, വളരെയധികം ഫ്രൂട്ട്ഫുള്ളാകുന്ന ഒരുപാട് തരത്തിലുള്ള ഫലങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്വലാത്താണ് കേട്ടോ. ഈ സ്വലാത്ത് തന്നെ റഊഫ് റഹീം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വളരെയധികം ശ്രേഷ്ഠമാണ്, ഒരുപാട് ഫലങ്ങൾ നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ വർദ്ധിപ്പിക്കൽ അനിവാര്യമായ സ്വലാത്താണെന്ന് മഹാനായ ഷെയ്ഖ് സയ്യിദ് അഹമ്മദ് സ്വാവി റളിയല്ലാഹു അൻഹു മഹാനവറുകളൊക്കെ പറഞ്ഞ ഒരു സ്വലാത്താണ്. വളരെയധികം സ്പെഷ്യലാണ്. ഈ മുഹറമിലൊക്കെ നമ്മൾ കഴിയുന്നത്ര ഇതുപോലത്തെ സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക എന്നുള്ളത് വളരെയധികം ശ്രേഷ്ഠമാണ്. അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതൊക്കെ ചൊല്ലാൻ കഴിയുക എന്നുള്ളത് അതും വലിയ ഭാഗ്യമാണ്, വലിയ മഹത്വമാണ്. എന്തായാലും സ്വലാത്ത് ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിനിർ റഊഫിർ റഹീം ദിൽ ഖുലുഖിൽ അളീം വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി ഫീ കുല്ലി ലഹ്ളത്തിൻ അദദ കുല്ലി ഹാദിസിൻ വഖദീം. ഇതാണ് സ്വലാത്ത്. മനസ്സിലായെന്ന് വിശ്വസിക്കാണ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിനിർ റഊഫിർ റഹീം ദിൽ ഖുലുഖിൽ അളീം വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി ഫീ കുല്ലി ലഹ്ളത്തിൻ അദദ കുല്ലി ഹാദിസിൻ വഖദീം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സ്വലാത്തൊക്കെ കഴിയുന്ന അത്ര ചൊല്ലിയിട്ട് പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ദുആ ചെയ്യുക. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള അമലാണല്ലോ. ദുആക്ക് സ്പെഷ്യൽ ഇജാബത്ത് പടച്ച റബ്ബ് തരും. വഫഖനല്ലാഹ്. ഈ ഒരു നന്മകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം നിങ്ങളെ ഈ ഒരു ഷെയറിങ് കാരണം വേറെ ഒരാൾ ഈ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ആ ചൊല്ലിയതിൻ്റെ ഫലം, അതുപോലത്തെ ഒരു മിസ്ർ തവാബ് പടച്ച റബ്ബ് ഇങ്ങക്കും തരും. അപ്പോൾ അറിയാണ്ട് കിട്ടുന്ന കൂലിയാകും. അപ്പോൾ ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലാത്തുകളും അതിൻ്റെ ഫളായിലുകളും ശ്രേഷ്ഠതകളും അനുഭവങ്ങളും മഹത്വങ്ങളായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.